ഹായ് ഗൈസ്, നമ്മുടെ വെൽപ്പല്ലാർ ക്ലബിൻ്റെ ഗ്രൂപ്പിൽ ഒരു റിക്വസ്റ്റ് വന്നായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദറിന് 2 യൂണിറ്റ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ വണ്ടി എടുത്ത് നേരെ ക്ലബിൻ്റെ അങ്ങോട്ട് കയറി. അപ്പോൾ ബ്ലഡ് കൊടുക്കാനുള്ള ടീംസിനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളൊരു ക്ലബിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ കുറേ റിക്വസ്റ്റ് ഒക്കെ വരും. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ടീം എത്തിയിട്ടുണ്ട്. നജുമുണ്ട്, റിസ്വാൻ, ആഷിഖ്, മിഷാൽ, ഞങ്ങളാണ് കേട്ടോ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പേഷ്യൻ്റ് ഉള്ളത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നേരെ അൽമാസ് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ നിന്ന് നേരെ നമ്മളെ ബ്ലഡ് സെൻറ്ററിലേക്ക് ആണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ബ്ലഡ് സെൻറ്ററിൻ്റെ ഉള്ളിലെത്തി. അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിൽ ഡോർ തുറന്നിട്ട് കയറി. അങ്ങനെ അവിടെ നിന്ന് നമുക്കൊരു ഫോമൊക്കെ തന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അത് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം ബ്ലഡ് ഒരു സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് മാക്സിമം ഒരു 1 hour കൊണ്ട് എല്ലാം കഴിഞ്ഞ്. ഒരു 1/2 hour ബ്ലഡ് കൊടുക്കാനും പിന്നെ ഒരു 1/2 hour റെസ്റ്റ് എടുക്കാനും അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബ്ലഡ് എൻ്റെ നിന്ന് എടുത്ത് അതിനുശേഷം പിന്നെ കൊടുത്തത് നമ്മുടെ മിഷാലാണ് കേട്ടോ. മിഷാൽ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായി നാളെ മുഖത്ത്. പക്ഷേ കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ കൂളായി. പറഞ്ഞ് അവസാനം ഇനി ഉണ്ടെങ്കിൽ ഇനിയും വിളിക്കണം കേട്ടോ, സംഭവം ഉഷാറാണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ബ്ലഡ് കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് 1/2 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ജ്യൂസ് വന്ന് ജ്യൂസ് കുടിച്ച് ഏകദേശം ഒരു 1/2 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. നേരെ കോട്ടക്കലെ സൈൻ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാനിതൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സംഭവം ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ പിള്ളേർക്കൊക്കെ പേടിയാണ് കൊടുക്കാൻ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ചിലർക്ക് മടിയാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് കേട്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ശരിക്കും ഒരു 3 മാസം എന്നാന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഇതേപോലെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം. അത് നമുക്കും ഗുണമാണ്, ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്ക് ഒരു ഹെൽപ്പും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.